അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെന്മല എക്കോ ടൂറിസത്തിൽ പോയ ദിവസത്തെ വ്ളോഗാണ്. ആരുടെ നോക്കി നോക്കി വരണം, എന്നാലും കുറച്ചുകൂടി രസമുള്ളൂ. നമ്മൾ മേളിൽ പോയിട്ട് ഞങ്ങൾ പടിയെല്ലാം കയറി എൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. സൗന്ദര്യ ഫുൾ ആക്റ്റീവായിരുന്നു. എന്ത് ബ്ലോക്ക്? ഇങ്ങോട്ടേക്കൊരു വഴി കാണുന്നുണ്ട്, പോകാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. വിജനമായ വഴി, റിസ്ക് എടുക്കുന്നില്ല, താല്പര്യമില്ല. ഈ സ്റ്റെപ്പുകളാണ് കയറി വന്നത്. കൊള്ളായിരുന്നു, നൈസ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു, സൂപ്പറായിരുന്നു. സാന്ദ്ര ചിൽ, സാന്ദ്ര ചിൽ. ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ. പീസ്ഫുള്ളായിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആരുടെയെങ്കിലും കൊണ്ടുവരാമല്ലോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. സംസാരം മാത്രമേ പ്രൊമോട്ട് ചെയ്യുന്നോളെ. ഇങ്ങനൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അവിടെ ഒരു ആരോ മാർക്കുണ്ട്, യു ക്യാൻ സീ ദാറ്റ്. വഴി അറിയില്ല. ഞങ്ങൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു കപ്പിൾ വന്ന് പറഞ്ഞു അവിടുത്തെ വേ ക്ലോസ്ഡ് ആണെന്ന്. അത് കേട്ട ഉടനെ തന്നെ ഞങ്ങൾ താഴേക്ക് പോകുന്ന കാര്യം അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ആ സീറ്റ് അവിടെ നമ്മൾ കണ്ടില്ല, അങ്ങോട്ടേക്ക് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വെറുതെ സ്റ്റെപ്പ് കയറിയൊന്നല്ല, നടന്ന് തന്നെ കയറി. നല്ല ബുദ്ധിമുട്ടി തന്നെ കയറി. വെറുതെ ആരും അങ്ങനെ സ്റ്റെപ്പ് കയറാറില്ല, ബുദ്ധിമുട്ടി തന്നെ കയറി. പ്രകൃതി ആസ്വദിക്കുന്നവർക്ക് ഞങ്ങൾ പാക്കേജ് മികച്ചൊരു തീരുമാനമായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ ടൈം സ്പെൻഡ് ചെയ്ത് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ആ മുന്നേക്ക് പോയവരാരും തിരിച്ചു വരുന്നില്ല. അങ്ങനെ ഞങ്ങളും തീരുമാനിച്ചു ആ വഴി നമുക്കും പോകാമെന്ന്. വഴിയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. എന്നെ പിടിച്ച് ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവാണ് എനിക്കുള്ളത്. പിടി അങ്ങോട്ട്, എനിക്കറിയില്ലായിരുന്നു. പണ്ട് കുഞ്ഞിലെ വന്നിട്ടുള്ളതായത് ഇവിടെ. പിന്നെ വേറെ ആരും ഇല്ലല്ലോ ബേബി ഇവിടെ. വേറെ ആരും ഉണ്ടെങ്കിൽ ഐ വിൽ ഷൂട്ട് ദം ഓൾസോ. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് അവളെ വെച്ച് കാണാം. ബൈ. പുഴുവല്ലേ, മുട്ടൻ പുഴുക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ വന്നിരിക്കുന്ന കമ്പങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാം ഡാമേജാ. ഇതാണ്ട് ഇത് ഡാമേജ് ആയി കിടക്കുക. ഇത് കട്ട് ചെയ്ത് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടേക്കുമായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ഒന്നും ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരില്ല. വിശ്വസിച്ചൊന്നിനും പോയി കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് കയറരുത്. കയറി കഴിഞ്ഞാൽ മൂക്കും കുത്തി തറ വീഴും. ഇവിടുന്ന് കയറിപ്പോൾ അത്ര സുഖം കാണത്തില്ല. കുഞ്ഞു പിള്ളേരുടെ സാധനത്തിൽ കയറിയിട്ട് റൈഡിൽ കയറി സാന്ദ്ര താമസിക്കാതെ ഇപ്പോൾ അവർ അടിച്ചിറക്കുന്നതാണ്. സിറ്റി ജീവിക്കുന്നവർക്ക് ഒരു റിലാക്സേഷൻ ആയിരിക്കും. കാട്ടിക്കിടക്കുന്ന നമുക്കൊരു നല്ല കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റും. ഫാമിലി ഓർ യുവർ കപ്പിൾ. നീ കപ്പിളിനെ പറ്റി